ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് +1 ഹിന്ദി ഇക്കായി 3 യൂണിറ്റ് 3 ചാപ്റ്റർ 9 ആനന്ദ് കി ഫുൽച്ചടിയ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത പറയാം. ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക, കയ്യിൽ ഇതുപോലെ ഒരു പേനയോ പെൻസിലോ കരുതുക. ഏതെങ്കിലും വേർഡിന്റെ മീനിങ് അറിയാൻ വയ്യെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ മീനിങ് എഴുതിയെടുക്കുക. മീനിങ് പറയുന്നത് വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് മലയാളത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ആ ചാപ്റ്റർ മനസ്സിലാക്കാൻ സാധിക്കും. ആനന്ദ് കി ഫുൽച്ചടിയാം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ അനന്ത് ഗോപാൽ ഷേവഡയുടെ വളരെ പ്രസിദ്ധമായ ഒരു ചാപ്റ്ററാണ്. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആദ്യത്തേതില് ഒരു പ്രായം ചെന്ന മനുഷ്യൻ മാവിൻ്റെ വിത്ത് പാകുന്നതിനെ പറ്റിയും, ഒരു സ്ത്രീ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ പിടി വിത്തുകൾ വാരി ജനാലയിലൂടെ പുറത്തോട്ട് കളയുന്നതും ആയ 2 ഇൻസിഡൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്തത്. അടുത്തത് നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്കാണ് കടക്കുന്നത്. പേജ് നമ്പർ 54 ഫസ്റ്റ് പാരഗ്രാഫിന്റെ സ്റ്റാർട്ടിംഗ്. आजकल के जमाने की रुपये और शिलिंग वाली स्वार्थी तस्जीब के बावजूद दुनिया में ऐसे व्यक्ति है, इसलिए तो दुनिया रहने लायक बनी है. പണത്തിന്റെ പേരിൽ സ്വാർത്ഥത നിറഞ്ഞ ഒരു സംസ്കാരം ഉണ്ടായിട്ട് പോലും ലോകത്ത് ചില പ്രത്യേക വ്യക്തികളുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്ന പോരുന്നത്. भौतिकवाद और भोगविलास की हाय हाय से परे रहने वाले निस्वार्थी और आदर्श प्रिय लोग न होते तो भौतिकवाद माने മെറ്റീരിയലിസം और भोगविलास धूर्तड़िകൾ, हाय हाय से परे रहने वाले निस्वार्थ और आदर्श प्रिय लोग न होते तो മെറ്റീരിയലിസത്തിലും ഭോഗവിലാസത്തിലും ജീവിക്കുന്നവർ കൂടാതെ നിസ്വാർത്ഥ ജീവിതം, ആദർശപ്രിയമായ ജീവിതം നയിക്കുന്ന കുറെ ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ ഹം കബക്കെ രസാദൽ കോ പഹുഞ്ച് ഗയേ ഹോത്തെ, നമ്മൾ എന്നെ നശിച്ച് മണ്ണടിയുമായിരുന്നു. ഐസെ ഭി വ്യക്തി ഹേ जो इस जमाने के अंधकार में भी आनंद की फुलचड़ियों से प्रकाश फैलाते रहते हैं. കാലഘട്ടത്തിലെ ഇരുട്ടിൽ പോലും ആനന്ദത്തിന്റെ പൂത്തിരികൾ പ്രകാശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. जिन्हें देखकर हम मानव जाति के भविष्य पर श्रद्धा और विश्वास कर सकते हैं. അവരെ കാണുമ്പോൾ നമുക്ക് ആദരവും വിശ്വാസവും ഉണ്ടാകുന്നു. अमेरिका के प्रेसिडेंट बेंजामिन फ्रैंकलिन के बारे में एक सुंदर बात सुनी जाती है. അമേരിക്കൻ പ്രസിഡന്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ പറ്റി ഒരു മനോഹരമായ കഥയുണ്ട്. ഉൻകെ പാസ് एक गरीब विद्यार्थी मदद मांगने के लिए आया. അദ്ദേഹത്തിന്റെ അടുത്ത് ദരിദ്രനായ ഒരു വിദ്യാർത്ഥി സഹായം അഭ്യർത്ഥിച്ചു വന്നു. ഉസേ ഉനയം $20 ദിയെ, അവന് അദ്ദേഹം $20 കൊടുത്തു. वो विद्यार्थी इस उपकार को न भूला. वे तो यह छोटी रकम देकर भूल गई. അദ്ദേഹമാകട്ടെ ഈ ചെറിയ ഒരു തുക കൊടുത്തത് കൊണ്ട് മറന്നുപോയിരുന്നു. ലേക്കിൻ വഹ് വിദ്യാർത്ഥി ഈ ഉപകാർ കോ ന ഭൂല, എന്നാൽ ആ വിദ്യാർത്ഥി ഉപകാരം
मरनिല്ല. जब उसके दिन फिरे तब एक $20 लौटाने के लिए फ्രാങ്ക്ലിൻ के पास गया. കുറെ നാളുകൾക്ക് ശേഷം $20 തിരികെ കൊടുക്കാൻ വേണ്ടി ആ വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. फ्रैंकलिन ने कहा, मुझे याद तो नहीं है कि मैंने एक रकम आपको कब दी. ഫ്രാങ്ക്ലിൻ പറഞ്ഞു, ഈ പണം എപ്പോഴാണ് നിനക്ക് തന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. लेकिन खैर आप इसे अपने ही पास रखिए और जब उसके पास कोई ऐसा ही जरूरतमंद आए तो उसे एक दे दीजिए. ശരി, എന്നാലും ഈ തുക തൽക്കാലം നിന്റെ കയ്യിലിരിക്കട്ടെ. ആർക്കെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ നീ ഈ തുക അവർക്ക് കൊടുക്കുക. ഉസ് വ്യക്തിനെ ഐസാഹിക്കുക. ആ വ്യക്തി അപ്രകാരം ചെയ്തു. അഥവാ നേരത്തെ പണം വാങ്ങിയിരുന്ന ആ വിദ്യാർത്ഥിയായിരുന്ന ആ വ്യക്തി അപ്രകാരം ഫ്രാങ്ക്ലിൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. कहते हैं आज भी वह रकम अमेरिका में जरूरतमंदों के हाथों में घूम रही है. कितनी अच्छी बात है. പറയപ്പെടുന്നത് ഇപ്രകാരമാണ്. ഇന്നും അമേരിക്കയിൽ വളരെ അത്യാവശ്യം അനുഭവിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ കിടന്ന് ആ $20 റോൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. കിത്തനി അച്ചി ബാത് ഹേ. എത്ര നല്ല ഒരു കാര്യമാണിത്. रुपया कमाना सबके हाथ की बात नहीं, न शिक्षा पाकर डिग्रियां हासिल करना सबकी पहुंच में है. പണം സമ്പാദിക്കുന്നതും ഡിഗ്രി സമ്പാദിക്കുന്നതും എല്ലാവരെ കൊണ്ടും നടക്കുന്ന ഒരു കാര്യമല്ല. लेकिन हम सब चाहे तो आनंद और सुख की रश्मियां बिखेर कर दुनिया के दुख को कुछ न कुछ हल्का जरूर कर सकते हैं. പക്ഷേ എന്നാൽ നമ്മൾ വിചാരിച്ചാൽ ആനന്ദത്തിന്റെയും സുഖത്തിന്റെയും രശ്മികൾ എല്ലായിടത്തും വിതറിക്കൊണ്ട് ലോകത്ത് നിന്ന് ദുഃഖത്തെ അല്പമെങ്കിലും ഇല്ലാതെ വരുത്തുവാൻ സാധിക്കും. और जिन लोगों से हमारा संबंध है उनके जीवन में कुछ न कुछ प्रसन्नता तो जरूर ही ला सकते हैं. നമ്മളുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് അല്പമെങ്കിലും സുഖം പകരുവാൻ നമുക്കത് സാധിക്കും. लड़ाई गरीबी महंगाई और गुलामी से लड़ाई माने युद्धം, गरीबी പോവർട്ടി അഥവാ ദാരിദ്ര്യം, महंगाई വിലക്കയറ്റം और गुलामी अडिमत्व से हमारा जीवन तो वैसे ही मुसीबतों से भरा पड़ा है. ഇതെല്ലാം കൊണ്ട് നമ്മുടെ ജീവിതം വളരെ പ്രയാസം നിറഞ്ഞതായി തീർന്നിരിക്കുന്നു. फिर भी हम उसमें कुछ सुख और आह्लाद फैलाकर जिंदगी की लड़ाई को सहने लायक और जीवन को जीने लायक तो बना ही सकते हैं. എങ്കിലും നമുക്ക് അതിൽ അല്പം സുഖവും ആഹ്ലാദവും നിറച്ചിട്ട് ജിന്ദഗിക്ക് ലഡായിക്കോ സഹനെ ലായക് ലോകത്തിന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന തരത്തിലുള്ള ജീവൻ കോ ജീനെ ലായക് തോ ബനാ ഹി സക്തേ ഹെ. ജീവിതം ജീവിക്കുവാൻ തക്ക യോഗ്യതയുള്ളതാക്കി തീർക്കുവാൻ സാധിക്കും. ബശർത്തേം ഹം ഉസ്ക ജര ഖയാൽ റഖീം. നമ്മൾ അല്പം അതിന് ശ്രദ്ധ നൽകണം. കാം ബിൽക്കുൽ മുഷ്കിൽ നഹി ഹെ. ഈ പ്രവൃത്തി ബിൽക്കുൽ മുഷ്കിൽ നഹി ഹെ, തികച്ചും പ്രയാസമുള്ള കാര്യമല്ല. മുഷ്കിൽ മാനെ പ്രയാസം. हमें सिर्फ जरा ध्यान देने की जरूरत है कि और उसका नतीजा അതിൻ്റെ പരിണത ഫലത്തെപ്പറ്റി നാം അല്പം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. वो तो हम फौरन देख सकेंगे. അത് നമുക്ക് തീർച്ചയായും ഉടനെ കാണാൻ കഴിയും. अगर जादू की तरह असर न हुआ तो फिर कहिए. अगर जादू की तरह असर न हुआ तो फिर कहिए. എന്നാൽ ഒരു ജാലവിദ്യ പോലെ
ഇതിനൊരു പ്രഭാവമുണ്ടായില്ലെങ്കിൽ പറഞ്ഞാലും. अपने काम से एक बार മുംബൈ जा रहा था. ലേഖകൻ ഏതോ ഒരു കാര്യത്തിനായിട്ട് മുംബൈയിൽ പോവുകയായിരുന്നു. लड़ाई के कारण कंपनी ने गाड़ियों की संख्या कम कर दी थी, इसलिए भीड़ खूब रहती थी. യുദ്ധം കാരണം കമ്പനി ബസ്സുകളുടെ എണ്ണം വളരെയധികം അഥവാ വണ്ടികളുടെ എണ്ണം വളരെയധികം കുറച്ചിരുന്നു. അതുകൊണ്ട് ഭീഡ് ഖൂബ് രഹത്തി थी, വണ്ടിയിലെ തിരക്ക് വളരെ കൂടുതലുമായിരുന്നു. टिकट लेने के लिए वाकायदा छीना चपटी होती थी, खिड़की के पास भीड़ लगी हुई थी. ടിക്കറ്റ് എടുക്കാൻ ആ ടിക്കറ്റ് കൗണ്ടറിൽ ഭയങ്കര തിക്കും തിരക്കും അനുഭവപ്പെട്ടിരുന്നു. खिड़की के पास भीड़ लगी हुई थी, വിൻഡോയുടെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. टिकट बाबू बेचारे परेशानी से टिकट बनाते जाते थे. ടിക്കറ്റ് ബാബു, ആ ടിക്കറ്റ് കൊടുക്കുന്ന വ്യക്തി വളരെ പ്രയാസപ്പെട്ട് ടിക്കറ്റ് കൊടുത്തുകൊണ്ടേയിരുന്നു. लेकिन उस छोटी सी खिड़की में न जाने कितने हाथ खुस रहे थे. എന്നാൽ ആ ചെറിയ ഒരു ഹോളിലൂടെ എത്ര കൈകളാണ് അകത്തേക്ക് പ്രവേശിച്ചിരുന്നത്. और न जाने कितनी आवाजें आ रही थी. 2 टिकट അമരാവതി. എത്ര എത്ര ശബ്ദങ്ങളാണ് കേട്ടിരുന്നത് 2 ടിക്കറ്റ് അമരാവതിക്ക്. ബാബു 3:30 അക്കോല ജൽദി ദേന. 3:30 മണിയായി, പെട്ടെന്ന് വേണം. അരെ ഗാഡി തോ ഛൂട്ട് ജാ രഹി ഹെ, വണ്ടി എടുക്കാൻ പോകുന്നു. ബാബു നാസിക് ഏക് ടിക്കറ്റ്, ബാബു നാസിക്കിലേക്കുള്ള ഒരു ടിക്കറ്റ്. ഇങ്ങനെ ആ ടിക്കറ്റ് കൗണ്ടറിൽ ഒന്നിലധികം കൈകൾ കടത്തിയിട്ട് ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ആനന്ദ് കി ഫുൽച്ചടിയാം എന്ന ഈ ചാപ്റ്റർ വളരെ ലെങ്തിയാണ്. നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഇവിടം വരെയാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നന്ദി, നമസ്കാരം.